നമസ്കാരം. എല്ലാവർക്കും ഷാബിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേരുന്നു. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ ചെയ്ത ഒരു മതമാണ് ഇസ്ലാം മതം. കുറച്ച് ആ മതത്തിൻ്റെ അനുയായികളുടെ കഴിവില്ലായ്മ, മറ്റു കുറച്ച് എതിരാളികളുടെ ദുഷ്ടത്തരം. അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടം, ജീവനും സ്വത്തിനും നഷ്ടം വന്നത് മുസ്ലിം സമുദായത്തിലാണ്. അതുപോലെ ഇപ്പോൾ ഇത്രയും നഷ്ടം വന്നിട്ട് ഈ സമുദായത്തിൽ ഇന്ത്യയിൽ എന്ത് നേടി, എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല, മാത്രം ഉള്ളത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നശിച്ചു പോവുകയും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയിലായതുകൊണ്ട് അവരെടുക്കേണ്ട തീരുമാനം, അതിൻ്റെ പാർശ്വഫലം അവർക്ക് ഗുണത്തിലേറെ ദോഷം സംഭവിക്കും. എങ്കിലും ദീർഘമായി ചിന്തിക്കുമ്പോൾ, ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ആ തീരുമാനം എടുക്കേണ്ടി വരുന്നു. അത് മറ്റൊന്നുമല്ല, ഇവിടെ രണ്ട് മുന്നണികളാണ് കാലാകാലമായിട്ട്, UDF, LDF. അത് മാറി മാറി ഭരിക്കുകയാണ്. BJP മുന്നണി NDAക്ക് വലിയ പ്രസക്തിയില്ല, പക്ഷെ ആയി വരുന്നുണ്ട്. അപ്പോൾ UDFനെ ഇല്ലാതാക്കിയാൽ ഒരു വശത്ത് LDF, മറുവശത്ത് NDAയും വരും. എന്നാൽ CPM ഇല്ലാതാക്കി UDF നിലനിർത്തട്ടെ, CPM ഇല്ലാതാക്കിയാൽ മാത്രമേ BJP വളരുള്ളൂ. കാരണം ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഇപ്പോഴും CPM തന്നെയാണ്. ഏറ്റവും വലിയ ഹിന്ദുത്വ പാർട്ടി BJP, ഇവൻ കേരളത്തിൽ പോയി. അങ്ങനെ വരുമ്പോൾ ഹിന്ദു പാർട്ടി ഇല്ലാതായാലും ഹിന്ദുത്വ പാർട്ടി വളരുള്ളൂ. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുന്നണിയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ ഒതുക്കാനാണ് കുറേ കാലം ശ്രമിച്ചത്. പക്ഷെ അത് നടപ്പില്ലെന്ന് മനസ്സിലാക്കിയ BJP നേതൃത്വം, എന്നാൽ പിന്നെ രണ്ട് മുന്നണി പാടുള്ളൂ, എന്നാൽ പിന്നെ എളുപ്പം തോൽപ്പിക്കാൻ പറ്റിയത് UDFനെയാണ്. അങ്ങനെ UDF പോയാൽ രണ്ട് മുന്നണി വരുന്നത്, ഒന്ന് BJP മുന്നണി, ഒന്ന് CPM മുന്നണി. CPM മുന്നണിയെ നമ്മൾ താല്പര്യമില്ലെങ്കിൽ പോലും കഴിച്ചു കൂട്ടാം മുസ്ലിങ്ങളെ സംബന്ധിച്ച്. പക്ഷേ BJP മുന്നണി അതുപോലെ അല്ല. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ വോട്ടർമാർ BJP മുന്നണിയും LDF മുന്നണിയും തമ്മിൽ മത്സരമാകാതിരിക്കാൻ വേണ്ടി, UDFനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക്, ലീഗിൻ്റെ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിതനായിരിക്കണം. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ജീവൻ നഷ്ടപ്പെട്ടും സമ്പത്ത് നഷ്ടപ്പെട്ടും മുസ്ലിം സമുദായത്തിലാണെങ്കിൽ, അന്ന് ഇന്ത്യ പാകിസ്ഥാൻ മുസ്ലിം ഒരുമിച്ചായതല്ലോ, ആയെങ്കിലും അതിനകത്ത് ഒരു നേട്ടം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ക്ഷീണമാണ് അവർക്ക് കിട്ടിയ പ്രതിഫലം. എങ്കിലും കേരളത്തിൽ UDF നിലനിൽക്കേണ്ട ആവശ്യമായതുകൊണ്ട് അങ്ങനെ തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുക്കുന്നതിന് മുസ്ലിം സമുദായം CPMന് തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില കൊടുക്കേണ്ടി വരുന്നു. വലിയ അകൽച്ച ഉണ്ടായി. ഇത് തന്നെയാണ് CPMനോട് ഞങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് CPMനോടോ LDFനോടോ സ്ഥായി വിരോധമോ അല്ലെങ്കിൽ വ്യക്തി വിരോധമോ ഒന്നുമില്ല. ഒരു മുന്നണി നല്ല അംഗീകരിച്ച മുന്നണിയാണ് LDF. പക്ഷെ ഇവിടുത്തെ നിലനിൽപ്പിൻ്റെ വിഷയമുള്ളതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നല്ലൊരു ശതമാനം, 95%-നും UDFനെ പിന്തുണയ്ക്കേണ്ടി വരുന്നു. അങ്ങനെ UDFനെ പിന്തുണയ്ക്കുകയും UDFന് ഭരണം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ കേന്ദ്ര ഭരണം പോലെ ഇത്തവണയും കേരളത്തിലും മുസ്ലിം സമുദായത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഒരു സംഘപരിവാരം പറഞ്ഞ് മുസ്ലിം സമുദായത്തിൽ 32 MLA കേരളത്തിൽ. അപ്പോഴും ജനസംഖ്യ നോക്കിയാൽ 50 MLA $35 പാർട്ടിക്ക് 50 MLA ആകാം. അപ്പോഴും 32 ആയിട്ടുള്ളൂ, എന്നിട്ട് 22% ആയിട്ടുള്ളൂ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അതുപോലും കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ
ഞങ്ങൾ CPM-നോട് പറഞ്ഞത് സ്ഥായി വിരോധം കൊണ്ടല്ല, നിലനിൽപ്പിൻ്റെ വിഷയമായതുകൊണ്ടും ചില സാഹചര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വിധേയമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. കോൺഗ്രസ് അല്ലാത്ത മുസ്ലിങ്ങൾ പോലും, കോൺഗ്രസ് മുസ്ലിങ്ങൾ UDF പിന്തുണക്കും, കമ്മ്യൂണിസ്റ്റ് മുസ്ലിങ്ങൾ LDF പിന്തുണക്കും. പക്ഷെ അല്ലാത്ത മുസ്ലിങ്ങൾ അതേ പറഞ്ഞത്, കോൺഗ്രസ് മുസ്ലിങ്ങൾ എന്നല്ല, മുസ്ലിം ലീഗിൽ ആകെ മുസ്ലിം എണ്ണത്തെ 4-1 ലീഗുള്ളൂ. ആകെ മുസ്ലിം 10% LDF-ഉള്ളൂ. അപ്പോൾ ആകെ എന്ന് പറയുന്നത് 25% കൂട്ടിക്കോ, 10% LDF, 35 പോയിട്ട് ബാക്കി 60% പിന്നെ UDF വോട്ട് ചെയ്യുന്നവരാ. അങ്ങനെയാണ് കാലാകാലം ഭരണം പിടിച്ചെന്നത്. അതൊന്നും ഈ ചെന്നിത്തല ഉൾപ്പെടെ, കുഞ്ഞാക്ക് ഉൾപ്പെടെ, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ല അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിന്തുണ കൊടുക്കുന്നത്, അല്ല മാർക്സിസ്റ്റ് വിരോധം കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ പോലും അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിത് നേരെ എഴുതുന്ന മുഖ്യമന്ത്രിയുടെ PA-യുടെ ഇതിലേക്കാണ്. പക്ഷേ അവർക്ക് അതുകൊണ്ട് അവർക്ക് ആ വൈരാഗ്യം അല്ലെങ്കിൽ എളുപ്പം ഉണ്ടാക്കുക, അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ. അങ്ങനെ നിൽക്കുമ്പോൾ ഈ മുസ്ലിം സമുദായത്തിന് അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ ചെന്നിത്തല ഉൾപ്പെടെ, കുഞ്ഞാക്ക് ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, മാണി ഉൾപ്പെടെ, പിന്നെ ഇതുണ്ടല്ലോ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ സപ്പോർട്ടിൽ മാത്രം നിരുത്സാഹപ്പെടുത്തി എതിർക്കുകയും ചെയ്തു. എന്നിട്ട് 35% കൂടുതലുള്ള മുസ്ലിം ജനസംഖ്യയാണ് കേരളത്തിലുള്ളത്. അവരുടെ കഴിവും ശക്തിയും ഈ കള്ള കോൺഗ്രസ്സുകാരും UDF-കാരും മനസ്സിലാക്കാതെ ഇപ്പം രമേശ് നായരുടെ അടുത്തേക്ക് ഓടിയേക്കാണ്. എടോ രമേശ് ജി, നിങ്ങൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി കാലത്ത് നായരെ കണ്ട് സ്വാധീനിച്ച് നായർക്ക്, അത് എന്താണ്, തിരുവിതാംകൂർ നായർക്ക് മുഖ്യ കീ പോയിന്റ് താക്കോൽ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിടിച്ചെടുത്തില്ലേ? ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂരിൻ്റെ കയ്യിലല്ലായിരുന്നോ? അതിലെ പിടിച്ചെടുത്ത് തിരുവഞ്ചൂർ നായരല്ലേ? അത് കറുത്ത നായരാണത്, നമുക്ക് വെളുത്ത നായർക്ക് വേണം. അങ്ങനെ ഉമ്മൻചാണ്ടി നല്ല മനുഷ്യൻ കൊടുത്തു. അതോടുകൂടി തന്നെ നിങ്ങളൊരു സമുദായത്തിന് സമുദായ ആളത് നോട്ടപ്പുള്ളിയായി, അത് നിങ്ങൾക്ക് ക്ഷീണം ചെയ്തു. പക്ഷെ അന്നത്തെ ഒരു സമ്പ്രദായമല്ല ഇന്ന്. അന്ന് BJP ഇത്രയല്ല, അന്ന് ഇത്രയേക്കാൾ കൂടുതൽ BJPക്ക് വളർച്ചയുള്ളതുകൊണ്ട് അതിന് വലിയ പ്രതിഷേധം വരില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏത് രമേശ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് മാതൃ പോലെ പത്രങ്ങൾ എൻ്റെ ന്യൂസിലും കൊടുക്കുന്നില്ല, വൈരാഗ്യം കാണുന്നുണ്ട്, എനിക്കറിയില്ല, അതിന് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? 10% ഉള്ളത് കേരളത്തിൽ നായർ ജനസംഖ്യ. ആ 10% തുല്യമായിട്ട് പോകുന്നു വെച്ചോ, തുല്യമായിട്ട് പോയാൽ 3% UDF കിട്ടുന്നത്, 3% LDF-ന്, 3% BJPക്ക് പോകും. അതൊരു പക്ഷേ BJPക്ക് സാധ്യമുണ്ട് കണ്ടാൽ 3 കൂടുതലും പോകും. അങ്ങനെയാണ് നിൽക്കുന്നത്. കേവലം 3% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ടോട്ടൽ ജനസംഖ്യയുടെ വളരെ ചെറുതല്ലുള്ളൂ. എന്നിട്ട് അവരുടെ മുൻപിൽ പോയി കയ്യെ കാല് പിടിച്ചാണ് രമേശ് മുഖ്യത്തിനാൻ ശ്രമിക്കുന്നത്. ഈ രമേശിന് അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി 3-4 പ്രാവശ്യം 10,000-കണക്കിന് ഉത്തര മലബാറിലെ മുസ്ലിം സമുദായം വന്ന് സമരം ചെയ്തപ്പോൾ ഒന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിൽ, കുഞ്ഞാക്കയും ഇന്നലെ പറഞ്ഞാണ് ഈ ബഷീർ സാഹിബിനൊക്കെ ഒന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഇന്ന് NSSൻ്റെ പഠിക്കൽ പോയി ക്യൂ നിൽക്കണ്ട, ഇന്ന് LDF-ൻ്റെ കാച്ചാഞ്ച് നിൽക്കണ്ട, നിങ്ങൾക്ക് ഭരണം കൊണ്ടുപോകായിരുന്നു. അപ്പം അതൊരു കാരണം. പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഒരു തോന്നൽ, ഇനി കള്ളന്മാരെ വെച്ചുള്ള മുന്നണി വേണ്ട ഇത്. കാരണം 5ാമത് മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് ചോദിച്ചത് കുഞ്ഞാക്കാടി മുസ്ലിം ലീഗിനെ കഴിവേടാണ്. കാരണം നിങ്ങൾക്ക് 21 നിങ്ങൾക്ക് നിയമമനുസരിച്ച് 7 മന്ത്രിമാർ വരെയും കേരളത്തിൽ മുസ്ലിങ്ങൾക്കാകാം. 20 മന്ത്രി ഉണ്ടെങ്കിൽ ജനസംഖ്യാനുപാതമായിട്ട് 7 മന്ത്രിസ്ഥാനം കിട്ടും. 7 3-1 8 മന്ത്രിമാരും കിട്ടും. അപ്പോൾ 5 മന്ത്രി ഒന്ന് കൂട്ടി 6 ആയാലും കൂടുതലല്ല. ആ 5ാം മന്ത്രിസ്ഥാനം നിങ്ങളെ മന്ത്രിസഭ രൂപീകരണത്തിന് മുഖ്യമന്ത്രി വിഭജിച്ച സമയത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് 5-ഉം ഒരു ആര്യാനും കൊടുക്കുക 6 മന്ത്രിസ്ഥാനം, അപ്പോഴും കൂടുതൽ വരില്ല, 8 വരെ ഉണ്ടല്ലോ. അത് കുഞ്ഞാക്ക് കണ്ട പിന്നെ ഒരു ദുഷ്ടബുദ്ധി എന്നറിയോ, മുനിയുന്ന മന്ത്രിസഭയിൽ എടുക്കാൻ പരിപാടി ഉണ്ടായില്ല, ഒഴിവാക്കണം.
അതാണ് കള്ളന്മാരുടെ ആ ഗ്രൂപ്പിസം, സ്വന്തം സ്വാർത്ഥ താല്പര്യം, ഇവരൊക്കെ ചാട്ടവാറടിക്കണ്ടേ. 5-ാം മന്ത് 5 മുനീറിന് കൊടുക്കാൻ പ്ലാൻ ആയില്ല. കാരണം മഞ്ഞളാം കുഴി അലിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞാണ് LDF ഇത് കൊണ്ടുവന്നത്. പക്ഷെ വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തികൾ മലപ്പുറമാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രചരണമുള്ളതും കോഴിക്കോടാണ്. കോഴിക്കോട് മന്ത്രിയില്ല വരുന്നു. പറ്റുമോ? കോഴിക്കോട് സമ്മതിക്കുമോ? അത് മുന്നേയുള്ള ചെയ്യും മാത്രമല്ല, ജില്ലക്ക് മന്ത്രിയില്ല വരും. അത് കൊടുത്തേ തീരൂ. അപ്പോൾ കഞ്ഞാളക്കുഴി അലിക്ക് കൊടുക്കാനില്ല. കഞ്ഞാളക്കുഴി അലിക്ക് കൊടുത്താൽ അത് അപകടമാണ്. അതാണ് 5-ാം മന്ത്രിസ്ഥാനം അവസാനം ചെന്ന് ഈ കുഞ്ഞാക്കായും ഈ ലീഗ് കള്ളന്മാർ, ഞാൻ കാങ്കൽ തന്നെ വരുള്ളൂ. ഇത്രയും ആത്മാർത്ഥ സമുദായത്തിൽ ഇല്ലാത്ത അവർ പാവം തങ്ങളെ ശിഹാബ് ഇന്നാൾ മരിച്ച തങ്ങൾ. അതായത് ഒരു കാരണവശാലും മുസ്ലിം ലീഗിൻ്റെ തങ്ങന്മാർ കരുണാകരൻ്റെ വീട്ടിൽ പോലും പോയില്ല. കരുണാകരൻ പോലും കൊടപ്പൽക്കുന്നേൽ വന്നിട്ടുള്ളൂ, ഉമ്മൻചാണ്ടി വന്നിട്ടുള്ളൂ, എല്ലാവരും വന്നിട്ടുള്ളൂ. ആ സ്ഥാനത്ത് ഈ പാവം തങ്ങളെ കുഞ്ഞാലിക്കുട്ടി എന്നറിയോ നേരെ കൊണ്ട് 5-ാം മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയാണല്ലോ കൊടുക്കേണ്ടത്. ട്രിവാൻഡ്രത്ത് പാതിരക്കാണ്. ട്രിവാൻഡ്രത്ത് ആ ഉമ്മൻചാണ്ടി മഹാൻ കോട്ടയത്ത് പോയി. പിന്നെ അദ്ദേഹത്തെ കോട്ടയത്ത് അദ്ദേഹം അന്നും ക്യാൻസർ രോഗിയാണ്, പുറത്ത് പറയുന്നില്ലാന്നുണ്ടോ. ആ സൂലാത്ത മനുഷ്യ നേരെ കൊണ്ട് കോഴിക്കോട് ട്രിവാൻഡ്രത്തോണ്ടി അവിടുന്ന് കോട്ടയത്തോണ്ടി. അപ്പോൾ മണിക്കൂർ വേണം. മലപ്പുറത്ത് ട്രിവാൻഡ്രത്തോണ്ടി ചുരുങ്ങി 10 മണിക്കൂർ വേണം. അവിടുന്ന് കോട്ടയത്തെ വീട് 7 മണിക്കൂർ വേണം. 17 മണിക്കൂർ, എൻ്റെ 27 മണിക്കൂർ യാത്ര കാറിലാണെങ്കിലും. അങ്ങനെ ആക്കിയാണ് ഉമ്മൻചാണ്ടി അത് വഷളാക്കി. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. വഷളാക്കി കേന്ദ്രത്തിൽ വിട്ട് ആ ചർച്ച വന്ന് കുറേ മാസമായി. ഇവിടെ എന്താണ് BJPയുടെ മുരളീധരൻ വെള്ളാപ്പള്ളി അടിച്ച കൂടി രാധാകൃഷ്ണൻ നേരെ NSSന് അങ്ങോട്ട് ഓടി, നായരാളിൽ അങ്ങോട്ട് ഓടി, ചോരി ഇങ്ങോട്ട് ഓടി. ചേട്ടാതി അപകടത്തിലാണ് മന്ത്രിസ്ഥാനം അവർക്ക് വരുന്നത് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടായാലും ഉമ്മൻചാണ്ടിക്ക് ആത്മാർത്ഥ്യം ഉണ്ടായതെങ്കിൽ, UDF നിലനിൽക്കുന്ന ആഗ്രഹം ഉണ്ടായതെങ്കിൽ ആ 5-ാം മന്ത്രിസ്ഥാനം കൊടുത്ത് പ്രശ്നം തീർക്കാതെ മാസങ്ങൾ ഉരുട്ടി. അങ്ങനെയാണ് അത് കിട്ടിയത്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് കിട്ടി? ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതല്ലേ, പേഴ്സണൽ സ്റ്റാഫിന് കൂടുതൽ കൊടുത്തില്ല, ഒരു വകുപ്പ് കൂടുതൽ കൊടുത്തില്ല, ഉള്ള വകുപ്പ് ഡിവൈഡ് ചെയ്തുള്ളൂ. ഒരു നേട്ടം ഉണ്ടായില്ല. അതേ സ്ഥാനത്ത് അത് ആദ്യമകാലത്ത് ചോദിച്ചു ഇത്ര നാളുകൾ. അപ്പം മുസ്ലിം ലീഗിൻ്റെ ആ ബുദ്ധിമോശവും മണ്ടത്തരമാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം ഈ ഭരണം പോകാനൊക്കെ കാരണം. അല്ലെങ്കിൽ അറബിക് സർവകലാശാല തുടങ്ങാൻ വന്നപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഇതേവരെ അവർ വായി ഓർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ CPM-നോട് അല്പം അകൽച്ച വന്നിട്ടുണ്ടെങ്കിലും അകൽച്ച അവർ വരുത്തിയതാണ്. കാരണം EMS ആളില്ല ലീഗിനെ എങ്ങനെ പുറത്താക്കിയത്? ശരീരത്ത് നിയമം എടുത്തിട്ട്. ശരീരത്ത് നിയമം എടുത്തപ്പോൾ പിന്നെ ഈ പെണ്ണിനെ ഇടപാട് തീർക്കണമെങ്കിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കും. പെണ്ണ് തന്നെ ഇട്ടുകൊണ്ട് പോയാലോ? അതുപോലെ EMS ബുദ്ധി ചോദിച്ച് ശരീരത്ത് നിയമം എടുത്തപ്പോൾ അത് തന്നെ ഇട്ടുപോയി. എന്താ കാരണം? CHൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആടിന് 4 അകിടുണ്ട്. 2 അകിട് പാല് വരുന്നു, 2 അകിട് പേട്ടകിട കൊച്ചകില്ല. അപ്പോൾ ആ പാല് വരുന്ന അകിടാന്ന് EMS വിളിച്ചത് ആരടി പേട്ടകിടിനെയാണ്. പേട്ട കിടിച്ച് പാല് കിട്ടുമോ? അപ്പോൾ EMS മനസ്സിലാക്കി ഇത് ശരിയല്ലാതെ. അപ്പം പിന്നെ ഒഴിവാക്കണമല്ലോ, നഷ്ടപരിഹാരം കൊടുക്കാതെ. അത് ആ ബുദ്ധിമാന് EMS ചെയ്ത്. അതാണ് CH ഭാഷ പറഞ്ഞത്. അങ്ങനെ ഒഴിവാക്കി വരും. അതുപോലെയാണ് ഉമ്മൻചാണ്ടി എന്ന ഈ കള്ളന്മാരെ വെച്ച് ഇനി ഭരണം വേണ്ട തീരുമാനിച്ച് കടും വെട്ടി 800 നിയമങ്ങളുണ്ടാക്കി ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം. കരിക്കൻ നമ്മുടെ ആലപ്പുഴയിലെ കരിക്കൻ പാടമൊക്കെ നിലവുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അങ്ങനെയാണ് ആ 3 പേര്. ഞാൻ പ്രത്യേകം പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓർമ്മയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. അടൂർ പ്രകാശും ഉമ്മൻചാണ്ടിയും പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം മന്ത്രിയും, ആ ഒരു നായർ, ഒരു കാക്ക, ഒരു ക്രിസ്ത്യൻ, ഒരു ചോൻ, 3 കൂടിയാണ് ആ UDF ഭരണത്ത് കഴിഞ്ഞ് അന്തസ്സായിട്ട് BJP പിന്നെ LDF കൊടുത്തത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ 3% വോട്ട് കിട്ടിയാൽ കേരളത്തിൽ UDF ഭരിക്കാൻ പറ്റുമോ? നായന്മാർ 10% ഉള്ളൂ. അതിൽ 3% 3ആയിട്ട് വിഭജിച്ചു. കൃത്യമായിട്ട് 3 വിഭജിച്ചു. കാരണം പിണറായി സഖാവിന് 10% നായർ വിഭാഗത്തിൽ പിണറായി സഖാവ് 11 മന്ത്രിസ്ഥാനം കൊടുത്തു, ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ. ജോലിനെത്ര കൊടുത്തിട്ടുണ്ട്, മുസ്ലിം എത്ര കൊടുത്തിട്ടുണ്ട്, ക്രിസ്ത്യാനി അവർ ഏത് കാലത്ത് അവരെങ്ങനെയെങ്കിലും കൈകാലം പിടിച്ചൊക്കെ അവരവരുടെ അവകാശങ്ങൾ ജനസംഖ്യയുടെ അനുവാദത്തേക്കാൾ കൂടുതൽ വാങ്ങി. അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ. അത് BJPയുടെ മുമ്പിലായാലും ഇവിടെ ചെന്ന് വാങ്ങിക്കാൻ അവർക്കറിയാം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി ഇതെന്നെ മറ്റൊരു കാര്യം പറയുക. ഈഴ വിഭാഗത്തിൽ ഇന്ന് പിന്നെ അടുപ്പൂടി ചാച്ചാറ് പോലെ ജയശങ്കറിൻ്റെ ഭാഷ പറഞ്ഞാൽ
ഇന്ന് ഇന്ത്യ വിഷൻ പോയില്ല. ഇപ്പോൾ മീഡിയ ചാനൽ അടുപ്പൂടി ചർച്ചയിൽ പറയുന്നറിയോ, ചോന്മാർക്ക് എത്ര ഉണ്ട് അസംബ്ലിയിൽ MLA UDF എത്ര സീറ്റ് കൊടുത്തു. ശരിയാണത്. ജനസംഖ്യാനുപാതികം നോക്കിയാൽ ഈഴ വിഭാഗത്തിന് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈഴ വിഭാഗത്തിൽ 75-80% വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് LDF ആണെന്ന്. ബാക്കിയുള്ള 20% BJPക്കും കോൺഗ്രസ് കിട്ടുന്നത്. അങ്ങനെ ഒരു 10% വോട്ട് ആകെയുള്ളിൽ 10% വോട്ട് കിട്ടുന്ന ഈഴവസിന് മുഴുവൻ സീറ്റ് കൊടുത്താൽ സീറ്റും പോകും, സ്ഥാനം കിട്ടുകയില്ല. ഏതുപോലെ അറിയുമോ, ബീഹാറിൽ കോൺഗ്രസ് 100 സീറ്റ് ചോദിച്ചു. ആ മണ്ടനായ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ 100 സീറ്റും കൊടുത്ത് അവസാനം 20 സീറ്റ് ജയിച്ചുള്ളൂ, 70 സീറ്റ് പോയി. അതേ സ്ഥാനത്ത് ഒരു 50 സീറ്റ് കൊടുത്താൽ അതിൽ 30 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നും ലാലുവിൻ്റെ പാർട്ടിയോട് ഭരിച്ചേനെ, കോൺഗ്രസ് മുന്നണി ഉണ്ടായേനെ. അത് മണ്ടത്തിലും കാണിച്ച് കണ്ടുകൊട്ടു. അങ്ങനെ പക്വതയില്ലാന്ന് പറഞ്ഞു. അതുപോലെ ഉള്ള സീറ്റ് മുഴുവൻ ജനസംഖ്യാനുപാതികമായിട്ട് ഈഴന് കൊടുത്താൽ വോട്ട് വഴി LDF പാണിയിൽ എന്ത് കാര്യം അത്? അതുകൊണ്ടാണ് എണ്ണം കുറയുന്നത്. അതുകൊണ്ട് ഈഴ വിഭാഗം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ മുഴുവൻ വോട്ട് LDF കൊടുക്കും. ഇപ്പോൾ ബാക്കിയുള്ളത് BJPയും കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതൽ. UDF നേതാക്കളെ, രമേശേ, ഈ ബാക്കി അപ്പോഴും നിങ്ങൾ വോട്ട് കിട്ടുന്നത് ഈ 30% മുസ്ലിങ്ങളുടെ വോട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പരിഗണന കൊടുക്കുന്നുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ വിഭജനം വരുമ്പോൾ? ഇപ്പോൾ ഈഴ സമുദായത്തിനും KPC പ്രസിഡന്റ് വേണം, ക്രിസ്ത്യൻ സമുദായത്തിൽ വേണം. ഒരു പരിധി ഒരു ന്യായമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിച്ചിരിക്കുന്നതിൽ സീനിയർ നേതാവാണ് തിരുവല്ലക്കാല കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിന് KPC പ്രസ്ഥാനം കൊടുത്താൽ കൊള്ളാമെന്നൊരായി പറഞ്ഞെങ്കിലും ഇപ്പം ആയാദിക്കുകൊണ്ട് അപ്പോൾ അതിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ക്രിസ്ത്യൻ സമുദായത്തിന് KPC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണമെങ്കിൽ ഒരു പറ്റിയ ആൾ വേണ്ടേ? ഒരു പ്രസിഡന്റ് നെയ്മ് മതിയോ? പോരാ. സഭയ്ക്ക് യോജിക്കണം, വിഭാഗങ്ങൾക്ക് യോജിക്കണം, പക്വതയും എല്ലാം കൂടെ വന്ന ഒരാളില്ല. എന്തുകൊണ്ടില്ല? ഉമ്മൻചാണ്ടിയും മാണിയും ഒന്നും വേറൊരാൾ വളർത്തിയില്ല. ഉമ്മൻചാണ്ടി ഒരാൾ വളർത്തി ഉമ്മൻചാണ്ടി മകനെ ഉമ്മൻചാണ്ടി ചാൻസ് കൊടുക്കാൻ വേണ്ടി വേറെ ആൾ കൊടുത്തില്ല. മാണി മകന് കൊടുത്ത് വേറെ കൊടുന്നില്ല. ആൾ കൊണ്ടുവരണ്ടേ? ഒരു നേതാവ് ഒരു ദിവസം ഉണ്ടാകുന്നില്ല. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമ സാമ്രാജ്യം ഒരു ദിവസം ഉണ്ടായതല്ല എന്ന് പറയും പോലെ ഒരു നേതാവ് ഒരു നിമിഷം ഉണ്ടാവില്ല. ഞാൻ പറയാറല്ലോ, ഒരു 1000 കോടി രൂപയിട്ട് ഒരു പത്ര മുതലാളി വന്നാലും മനനെ പോലെ ആകാൻ പറ്റില്ല. അത് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം, വർഷങ്ങൾ പിടിക്കും. അതുപോലെയാണ് ഈ ഉമ്മൻചാണ്ടി ഒരൊറ്റ ക്രിസ്ത്യൻ നേതാക്കളും വളർത്തി കൊടുത്തില്ല. മാണി വളർത്തിയില്ല. അവർ വളർത്തിയാലാണ് അവരെ മകനാമ ഗ്യാപ്പ് ഇടല്ലോ, 10-30 വർഷം ഗ്യാപ്പില്ലേ? അതിലിപ്പോൾ ക്ഷീണം ഉണ്ടാക്കുന്നത്. പിന്നെ കൊടുന്നാണ് മറ്റേ ആള് കോട്ടയത്താൻ ഒരു MLA ഉണ്ടല്ലോ, അദ്ദേഹം കഴിവില്ല. 50-55 വർഷമായിട്ട് അവിടെ നോക്കാണ് മലബാറിൽ. എന്നിട്ട് ഒരു വോട്ടേഴ്സ് അങ്ങോട്ട് മാറ്റിയില്ല, വോട്ടേഴ്സ് ഇപ്പോഴാണ്. അപ്പം അതൊക്കെ ഉമ്മൻചാണ്ടി വാലായിട്ട് നല്ലത് കഴിവൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോഴും സാധ്യതയും പിന്നെ അവസ്ഥയും കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ വേറൊരു വിഷയം, എന്തിനാ പറയുന്നല്ലേ, ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത് ഡൽഹിയിലെ ചാന്ദ്നി ചൗക്ക്, പിന്നെ മീററ്റിലെ UP 2 സീറ്റ്, 3 സീറ്റിൽ 90% മുസ്ലിങ്ങളാണ്. അവിടെ എല്ലാം BJP ജയിച്ചു പോയി. അവിടെയെല്ലാം ബൂത്ത് ഇരിക്കാൻ പോലും കോൺഗ്രസും മറ്റ് പാർട്ടികൾക്കൊന്നും ആളുണ്ടായില്ല പറഞ്ഞേ. അപ്പം അതിനർത്ഥം ഈ ഇന്ത്യ വിഷൻ ചാനലിലെ ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞു, BJPക്ക് ഒരു വാർഡിലും ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയല്ല, അവിടെ തെറ്റുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു പേജിന് ഒരാൾ വയ്ക്കും, സർവ്വച്ചെല്ലും കൊടുത്ത് ശമ്പളം കൊടുത്തു. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാൾ വയ്ക്കും. BJP എന്നാരേ പറഞ്ഞ സംഘപരിവാർ ചെയ്യുന്നത്. അവരെ സഹായിക്കാൻ 12 പേരുണ്ട്. ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു പേജിൽ 25, 4, 100 ഏതാണ്ട് 10, 100, 120 വരുള്ളൂ. 25 4 ആണ്, 100 ഏതാണ്ട് 100, 120 ആണ് വരുന്നത്. ഈ 120 വോട്ടർമാർക്കാണ്, 100 കുടുംബങ്ങൾക്കാണ്. 120 വോട്ടർമാർക്ക് ഒരു മെയിൻ ആളെയും അവർ സഹായിക്കാൻ 12 ആളെ കൊടുക്കും. ഈ 12 13 ആൾ 120 പേരെ ദിവസത്തിൽ ഒരിക്കലും കാണും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും കാണും. എന്തെങ്കിലും അവിടെ സംശയം ഉണ്ടാവും, ചെന്നാൽ തിരുത്തും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. വോട്ടർ മെഷീനിൽ വ്യതിയാനം ഉണ്ട്, അതൊരു വശത്ത് ശരി തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇവിടുത്തെ ഇന്ത്യ മുന്നണിക്കോ ഇവിടെ കേരളത്തിലെ UDF പോലും
ബൂത്തിലിരിക്കുന്ന ആളില്ലാത്ത മണ്ഡലങ്ങളുണ്ട്. കേരളത്തിൽ കോൺഗ്രസ്സുകാർ എന്താണ് ജയിക്കാൻ വേണ്ടി ചെയ്യുന്നത്? ഈ ഗ്രൂപ്പീസ് ഉണ്ടാക്കി അന്ന് CPM-ൻ്റെ ചിലപ്പോൾ അല്പം ശ്രദ്ധക്കുറവുകൊണ്ടും ഈ ഓൾട്ടർനേറ്റീവ് അധികാരത്തിൽ കയറിയെന്നല്ലാതെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമോ ശക്തമായ പ്രവർത്തനമോ UDF-ൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? ലീഗുകാർ കുറച്ച് ചെയ്യുന്നുണ്ട്, മുഴുവൻ ലീഗ് കുറച്ച്. അത് അത്ര പോലും കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കുന്നില്ല. വാർഡിൽ വോട്ട് വരുമ്പോൾ എങ്ങനെയോ വോട്ട് ചെയ്യണം, അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തേ തീരുന്ന നിർബന്ധമുള്ള കുറേ അധികം വോട്ടർമാർ ഇന്ത്യയിൽ ഇന്നുണ്ട്. അവരൊന്ന് വോട്ട് ചെയ്യും. അവർ വന്ന് വോട്ട് ചെയ്താൽ മാത്രം പോരാ ജയിക്കാൻ വേണ്ടിയില്ല. ആ വാർഡിൽ ആകെയുള്ള വോട്ടർമാരിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ 50% കൂടുതലും വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് എങ്ങനെ ജയിക്കുള്ളൂ. അപ്പോൾ ഈ കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്തേ തീരുമെന്ന് നിർബന്ധിക്കുവരെ എണ്ണം അത്ര ഇല്ല. അപ്പം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്ക് ചെയ്യേണ്ടത് ഇപ്പോഴും മനസ്സിലാകുന്നുണ്ടല്ലോ, ആൾക്കൂട്ടമല്ല. അവർക്ക് ആൾക്കൂട്ടം പഠിച്ചുള്ളൂ. ആൾക്കൂട്ടം പണിയില്ല. ഈ പൊട്ടൻ്റെ മാവേലേറ് പോലെയാ, കൊണ്ട് കൊല ഉൾപ്പെടെ ചാടും. അതുപോലെ ആൾക്കൂട്ടം കണ്ട് വോട്ടാവില്ലെന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കണം, ഇന്ത്യ മുന്നണിക്കാർ മനസ്സിലാക്കണം. ഇനിയെങ്കിലും മനസ്സിലാക്കണം, ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാവില്ല. വോട്ടാകണമെങ്കിൽ വോട്ട് ലിസ്റ്റ്, ഞാൻ വീണ്ടും ഈ കോൺഗ്രസ്സുകാരോട് പറയാണ്, വോട്ട് ആകണമെങ്കിൽ ആദ്യമായിട്ട് വോട്ടേജ് ലിസ്റ്റിൽ പേര് ചേർക്കണം, വോട്ട് ചെയ്യിക്കണം. ചെയ്യിച്ച വോട്ട് എണ്ണി പബ്ലിഷ് ചെയ്യുന്നവരെയും പ്രസിദ്ധീകരിക്കുന്നവരെയും അനൗൺസ് ചെയ്യുന്നവരെയും അതിൻ്റെ പുറകിൽ കാത്തിരിക്കണം. അങ്ങനെ SP ഒരു മണ്ഡലത്തിൽ കാത്തിരുന്ന് രാത്രിയായപ്പോൾ ഒരു വണ്ടി മെഷീൻ വന്ന് ഒരു തർക്കം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി. അപ്പോൾ കളക്ടർ ഓടി വന്ന് ഇതിലൂടെയല്ല വേറെ സ്ഥലത്താൽ അവർ മടക്കി വിട്ട്. അവിടെ അവർ ബോധവാന്മാരായിരുന്നവർ. അങ്ങനെ കോൺഗ്രസ്സിനുണ്ടോ ബൂത്തിൽ 10, 100, 200 പേര് കാവലായിട്ട് ഇരുത്താൻ പറ്റിയ ഫുൾ ടൈം പ്രവർത്തകരായിട്ടുണ്ടോ ഏതെങ്കിലും മണ്ഡലത്തിൽ കേരളത്തിൽ? എന്നിട്ട് എങ്ങനെ കോൺഗ്രസ് ഇത്രയും കാലം ജയിച്ചു വെച്ചാൽ അതാണ് ആ കോൺഗ്രസ് പാർട്ടിയുടെ മഹത്വത്തിൻ്റെ ഒരു പര്യായമാണത്. ഇപ്പം അതില്ലെന്തേ. ഇപ്പം ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് ചെയ്ത ആ നഷ്ടവും അതുപോലെ ഇപ്പോഴും അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നല്ലാതെ ഇതേ ഒരു ഭൗതികമായിട്ട് ലാഭവും നേട്ടവും ഉണ്ടാകുന്നില്ല പലതുകൊണ്ടും. ഇപ്പോഴും കളിക്കുന്ന കളി കേരളത്തിൽ ഈ UDF നടത്താൻ വേണ്ടി മുസ്ലിം സമുദായം കളിക്കുന്ന കളി മണ്ടത്താണ് വാസ്തവം പറഞ്ഞാൽ. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒരു പരീക്ഷ നടത്തി നോക്കാം. ഈ UDF എന്നുള്ള സാധനം 2026 ഇലക്ഷൻ ജയിച്ചില്ല എങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ UDF-ൻ്റെ സ്ഥിതി? പ്രത്യേകം മുസ്ലിം ലീഗിൻ്റെയൊക്കെ UDF-ൻ്റെ തണലിലാണല്ലോ മുസ്ലിം ലീഗ് കാണുന്നത്. എന്തായാലും സ്ഥിതി അതൊഴിവാക്കാൻ വേണ്ടിയാണ് മുസ്ലിം സമുദായം എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് നഷ്ടം സഹിച്ച് ഈ UDF-ന് പിന്തുണ കൊടുക്കുന്നത്. അതൊരു കഴിവുകേടായി കണക്കാക്കരുത്, അതൊരു ബലഹീനതയായി കണക്കാക്കരുത്. പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞ പോലെ ബലഹീനൻ്റെ ക്ഷമയല്ല ബലവാന്റെ ക്ഷമയാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലേ. ഇത് മുസ്ലിം ലീഗിനെ നമ്മൾ ഉദ്ദേശിക്കും, മുസ്ലിം സമുദായത്തിൻ്റെ ബലഹീനതയായി പിഷാരടി അല്ലാത്ത രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കാണരുത്. അത് അവർ ചെയ്യുന്ന അതൊരു ഭാവി കണ്ടുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് UDF സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല UDF നല്ലതായിട്ടോ എല്ലാം തെളിഞ്ഞ ആൾക്കാരായിട്ടല്ല. അതിനെ നിങ്ങൾ ബലഹീനതയെ കണ്ടുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഒതുക്കാൻ നോക്കിയാൽ, അംഗീകാരം കൊടുത്തില്ലെങ്കിൽ കഷ്ടമെന്ന് പറയാനുള്ളൂ. അതുപോലെ സൂചന കാണുന്നില്ല. കാരണം ടി.ഒ. ബാവയ്ക്ക് ശേഷം 50 വർഷം കഴിഞ്ഞിട്ട് KPCCക്ക് ഒരു മുസ്ലിം പ്രാതിനിധ്യം പ്രസിഡന്റ് ലിസ്റ്റിൽ പോലും വരാറില്ല. ഹസനെ ആക്കിയതെന്ന് അറിയാമല്ലോ, ആക്കിയത് എങ്ങനെയാണ്, അതെങ്ങനെ പറഞ്ഞു വിട്ടത് നിങ്ങൾക്കറിയാം. ഞാൻ പല വർഷം പറഞ്ഞില്ല. ഇന്നും അങ്ങനെ ചിന്ത വരുന്നില്ല. ഇപ്പോഴും നിങ്ങൾ കാണുന്നത് കൊടപ്പുരക്കുന്നിൽ തങ്ങളെ കണ്ട് കുഞ്ഞാക്കാൻ ഉണ്ടെങ്കിൽ മുസ്ലിം സമുദായം അങ്ങനെ അല്ല. രമേഷ് ജി, ആകെ വോട്ടർമാരിൽ മുസ്ലിം വോട്ടർമാർ 1,15,00,000 ഉണ്ടെങ്കിൽ അതിൽ 4 എന്നാലേ ഒരു 28 ലക്ഷം ഉള്ളൂ. ബാക്കി ഉള്ളത് മുഴുവൻ പുറത്ത് കിടക്കുകയാണ്. അതിൽ 10% മാത്രമാണ് LDF ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വോട്ട് ചെയ്താണ്, കൈപ്പത്തി വോട്ട് ചെയ്യുന്നതാണ്. അത് ചില രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഉണ്ട് അതിന്, അത് ചെയ്യുന്നതാണ്. അതാണ് നിങ്ങൾ ജയിച്ചു വരുന്നതല്ല, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല. പക്ഷെ നിങ്ങളതൊന്നും കാണുന്നില്ല. നിങ്ങൾ കുഞ്ഞാക്കുവനെയും തങ്ങളെയും കണ്ട് അവിടെ ചെന്ന്
സോപ്പിട്ട് എന്തെങ്കിലും അക്കാപിച്ച കൊടുത്ത് അവർക്കത് മതി. അവരുടെ വിഹിതം വെച്ച് നോക്കിയാൽ കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ സമുദായത്തിൽ കിട്ടുന്നില്ല. അത് വേണ്ട എന്നാണ് പറയുന്നത്. സമുദായത്തിൽ കിട്ടേണ്ടത് സമുദായത്തിൽ കിട്ടണം, എല്ലാവർക്കും കൊടുക്കണം. എല്ലാ സമുദായങ്ങൾക്കും ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള കൊടുക്കണം, അല്ല ആർക്കും കുറയ്ക്കരുത്. അത് നമ്മൾ പറഞ്ഞു. ഒരിക്കലും നമ്മൾ ജാതീയത വർഗീയത പറയുന്നില്ല. പക്ഷെ ഈ സമുദായത്തിന് മാത്രമാണ് ആളോഹരി കിട്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോഴുള്ള ഈ സാമൂഹ്യ നീതിക്ക് പ്രവർത്തിക്കുന്ന എളിയവനായ മൊയ്തീൻ ഷായും ഗ്രൂപ്പും വാദിക്കുമ്പോൾ അവർക്ക് കൂടി വേണ്ടി വാദിക്കുന്നത്, അല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ജനതാ നാഷണലിസ്റ്റോ അല്ലെങ്കിൽ വോയിസ് ഓഫ് ജസ്റ്റിസോ. പക്ഷെ എല്ലാവർക്കും ഇതിൽ വെക്കണം. ഇന്നൊന്നുമില്ല. ഇനിയും അതുപോലെ അവഗണിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, കോൺഗ്രസ്സുകാരുടെ ഉദ്ദേശമെങ്കിൽ കേരളത്തിലും കേന്ദ്രം ആവർത്തിക്കും. അത് മനസ്സിലാക്കണം. ഇനി കേന്ദ്രത്തെ കാര്യം ഞാൻ പറഞ്ഞാണ്. രമേശോട് പ്രത്യേകം, രമേശ് മുഖ്യത്യാഗിൻ്റെ ആളാണല്ലോ. മറ്റ് പലരും അപേക്ഷിച്ച് രമേശ് പോരായിക്കെന്ന് ഞാൻ പറയത്തില്ല. അത് സമുദായത്തിൻ്റെ NSSൻ്റെ ആളെ പോയി കണ്ടതിൽ തെറ്റെന്നും പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ നമ്മൾ നോട്ടപ്പുള്ളി ആകരുത്. അത് പിണറായി വിജയൻ ഒരിക്കലും പോയി വെള്ളാപ്പള്ളി അടുത്ത് പോയി മുഖ്യമന്ത്രിയാക്കാൻ പറയുന്നില്ലല്ലോ, പറഞ്ഞിട്ടില്ല. രഹസ്യമായിട്ട് പോലും നടക്കും, പരസ്യമാക്കുന്നില്ല. ഇത് പരസ്യമാക്കുന്നു നിങ്ങൾ രഹസ്യമായിട്ട് വെള്ളാപ്പള്ളി അല്ല പിന്നെന്താണ് നമ്മുടെ NSS നേതാവിനെ കണ്ട് സുമാൻ നായരെ കണ്ട് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല. നിങ്ങൾ പരസ്യമാക്കി സുമാൻ നായർ ആളാകുന്നു. സുമാൻ നായർ അതിൽ പരസ്യമാക്കി ആളാകുമ്പോൾ നിങ്ങൾക്ക് ചോച്ചാകുന്നു. അവിടെ വിഷയം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത്, എൻ്റെ കപ്പാസിറ്റിയാണെന്ന് സുകുമാരൻ നായർ പുറത്താക്കി അദ്ദേഹം ആളാകുമ്പോൾ അതിൻ്റെ പാർശ്വഫലം എന്തുകൊണ്ട് രമേശ് കൊച്ചാവുന്നുള്ള അതിൻ്റെ രമേശ് മനസ്സിലാക്കാത്തത്. ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ കിടക്കാം. കോൺഗ്രസ് ഞാൻ നിർത്താൻ വേണ്ടി ഒറ്റ വാക്ക് നിർത്താം. 20% വരുന്ന മുസ്ലിങ്ങൾ, 30 കോടി വരുന്ന മുസ്ലിങ്ങൾ ബ്ലോക്ക് കോൺഗ്രസിലെ വോട്ട് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം കുറേ വർഷങ്ങളായിട്ട്. അവിടെ CPM ഒന്നും എടുക്കില്ല. CPM ഒന്നും കേരളത്തിൽ വിട്ടാൽ ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് സ്വാതന്ത്ര്യകാലം മുതൽ ഇന്നേ വരെ മുസ്ലിങ്ങളിൽ 95% വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് അല്ലെങ്കിൽ ഇതുപോലെ പിന്നോക്ക പാർട്ടി ഉണ്ട് അവർക്ക്. എന്നിട്ട് ഈ കോൺഗ്രസ് ഈ സമുദായത്തിൽപ്പെട്ട 5ാമതൊരാളേക്ക് നിങ്ങൾ സ്ഥാനത്തെത്തണ്ടേ? എവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ? ഞാൻ പറഞ്ഞു, UP നിന്ന് ജയിച്ച ആ ഒരു പിന്നോക്ക ഒരു ദളിത് നേതാവ് BJP സ്ഥാനത്ത് തോൽപ്പിച്ച് അയോധ്യ ജയിച്ചു വന്ന്. അദ്ദേഹം SP-യുടെ ആളാണ്, അല്ല കോൺഗ്രസ് ആളെ. അദ്ദേഹം 4ാം റോയിൽ ഇരുന്നിട്ട് അവിടുന്ന് വലിച്ചെടുത്തുകൊണ്ടുവന്ന് രാഹുൽ മടിയിലിരുത്തി. നല്ല കാര്യം, തെറ്റില്ല. പക്ഷെ അതുപോലെ നിങ്ങൾ എന്താണ് ഈ 5-1, 3-1, 5-1 ജനസംഖ്യകൾ ഈ സമുദായത്തിൽ നിന്ന് പരിഗണന കൊടുക്കാത്തത്? ഇനി അത് വേണ്ടെന്ന് പറയുന്നത്. അത് പരിഗണന കൊടുത്തേ തീരൂ. അതിൽ നിങ്ങൾക്ക് ആപത്താണ് വീണ്ടും വരുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. ഒരു കാരണവശാലും ഈ 5-1 വരുന്ന മുസ്ലിം സമുദായം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ഭരണം നിയന്ത്രിക്കാൻ പോകുന്നില്ല. ഇവൻ കേരളത്തിൽ ഭരണം നിയന്ത്രിക്കാൻ പോകില്ല. ഭരണം നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അപ്പം നിങ്ങളുടെ ആവശ്യം പോകുന്ന ഓർമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിർത്താൻ. നിങ്ങൾ ഒരായി നിന്ന് ജയ് ഹിന്ദ്.